കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയം. വോട്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും നമ്മുടെ വിലപ്പെട്ട വോട്ട് നഷ്ടപ്പെടുത്തരുത് എന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പെന്തക്കോസ്ത് സഭകൾ കേരളത്തിലെ പ്രമുഖ ക്രൈസ്തവ സഭകളിൽ ഒന്നാണ്. 40-ലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാണ് പെന്തക്കോസ്ത് സഭകൾ. അസംഘടിതരായി നിൽക്കുന്ന പെന്തക്കോസ്ത് വിഭാഗങ്ങളെ കാട്ടി സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സാധിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ആളാകാൻ ശ്രമിക്കുന്ന ചിലർ പണ്ടുണ്ടായിരുന്നു. ഇന്നും ആ സ്ഥിതിക്ക് മാറ്റമില്ല. പ്രത്യേക താൽപ്പര്യങ്ങളുള്ള ചിലർ 1995 ശേഷം പെന്തക്കോസ്ത് സമൂഹം ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അക്കാലത്ത് അത് ഒറ്റപ്പെട്ട സംഭവമായതുകൊണ്ട് ആരും പ്രതികരിച്ചിരുന്നില്ല. പിന്നീട് ഓരോ ഇലക്ഷനിലും പെന്തക്കോസ്തുകാരുടെ വോട്ടിന് വില പറഞ്ഞിരുന്നവർ ഉണ്ടായിരുന്നു. പെന്തക്കോസ്തുകാരുടെ വോട്ട് മുഴുവൻ എൻ്റെ കയ്യിലാണെന്ന് ധരിച്ചു വശായ ചിലർ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒരുപോലെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന്, എറണാകുളത്ത് നിന്ന്, തിരുവല്ലയിൽ നിന്ന്, റാന്നിയിൽ നിന്ന് എന്ന് വേണ്ട, ആഭരണം ഇട്ടവരും ഇടാത്തവരും എല്ലാം ഇന്ന് പെന്തക്കോസ്തുകാരുടെ പേരിൽ അവർ പോലും അറിയാതെ അവരുടെ പേരിൽ പാർട്ടികൾക്ക് പിന്തുണ കൊടുക്കാൻ നെട്ടോട്ടമോടുകയാണ്. ഈ വിചിത്ര രീതി പെന്തക്കോസ്തിലേ നടക്കൂ. ഒരിക്കൽ സ്വഭാവദൂഷ്യത്തിന് പെന്തക്കോസ്ത് സഭയിൽ നിന്ന് പുറത്തുപോയ ഒരാളെ പിന്നീട് കാണുന്നത് പെന്തക്കോസ്ത് സഭയെ പ്രതിനിധീകരിച്ച് രാഷ്ട്രീയ പാർട്ടികളെ കാണുന്ന നിലയിലാണ്. വഴിയെ കൂടി പോകുന്നവനെല്ലാം വെളിച്ചപ്പാട് എന്നതാണ് ഇന്നത്തെ അവസ്ഥ. ആരാണതിന് അവർക്ക് അധികാരം നൽകിയത്? സമ്മതിദാനാവകാശം നമ്മുടേതാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വന്ന അല്ലെങ്കിൽ വരുന്നതെല്ലാം അനുഭവിക്കുന്നത് നാമാണ്. നമ്മെ സഹായിക്കാൻ ഈ പറയുന്ന ആരും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, നമ്മെ കാട്ടി ആളാകാൻ ശ്രമിക്കുന്നവരെ, നമ്മുടെ ചെലവിൽ നേതാവാകാൻ നോക്കുന്നവരെ ഒഴിവാക്കാൻ നമുക്ക് കഴിയണം. അവർക്ക് തലയെണ്ണി നിന്നു കൊടുക്കാൻ മാത്രം വിഡ്ഢികളല്ല കേരളത്തിലെ പെന്തക്കോസ്തുകാർ. അങ്ങനെയുള്ളവരുടെ പ്രസ്താവനകളോ ലേഖനങ്ങളോ കണ്ട് ഇവരുടെ കൂടെയാണ് പെന്തക്കോസ്ത് സഭ എന്ന ധാരണ ആരെങ്കിലും വെച്ച് പുലർത്തുന്നുവെങ്കിൽ അതിന് പെന്തക്കോസ്ത് സമൂഹം ഉത്തരവാദിയല്ല.